ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദ ഗേൾ ഫ്രണ്ട് എന്ന തെലുങ്ക് മൂവിയാണ്. പഠിക്കാൻ മാത്രം ആഗ്രഹിച്ച് കോളേജിലേക്ക് വന്ന നായികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നായകൻ പക്ഷെ പിന്നീട് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായി മാറുകയാണ്. അതിൽ നിന്ന് അവൾക്ക് പുറത്ത് കടക്കാനും വയ്യ, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനും വയ്യ. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവളുടെ മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് MA ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കോളേജിലേക്ക് വരുന്ന നമ്മുടെ നായികയായ ഭൂമാദേവിയാണ്. വന്ന അന്ന് തന്നെ അവൾക്ക് ഹർഷിത എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടുന്നു. പിന്നെ ക്യാൻറ്റീനിൽ വെച്ചിട്ട് വിനയ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെയും അവർക്ക് കിട്ടുന്നു. അങ്ങനെ ഇവർ 3 പേരും 3 ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും കുറച്ചധികം ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലായി. അതേസമയം തന്നെ അതേ കോളേജിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാൻ വന്ന 2 പേരായിരുന്നു ദുർഗയും വിക്രമും. വിക്രമാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ. വിക്കി എന്നാണ് അവനെ വിളിക്കുന്നത്. ദുർഗ കുറച്ച് മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. സീനിയേഴ്സിന്റെ റാഗിംഗ് ഒന്നും തന്നെ അവളെ പേടിപ്പിച്ചില്ല. അവൾ ധൈര്യമായിട്ട് അതെല്ലാം തന്നെ നേരിട്ടു. അവളുടെ തൊട്ടപ്പുറത്ത് നിന്നാണ് സീനിയേഴ്സ് വിക്കിയെ റാഗിയതുകൊണ്ടിരുന്നത്. അവര് പറഞ്ഞ സോങ്ങിന് അവ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ദുർഗയ്ക്ക് വിക്കിയോട് പ്രണയം തോന്നാൻ തുടങ്ങി. HODയും പ്രൊഫസറുമായ സുധീറായിരുന്നു ഭൂമിക്കും കൂട്ടർക്ക് ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്. ഭൂമി MA ലിറ്ററേച്ചർ എടുക്കാനുള്ള കാരണവും അവൾക്ക് കഥകൾ എഴുതാനുള്ള താല്പര്യം എല്ലാം തന്നെ സാറിനോടും തന്റെ ക്ലാസ്മേറ്റ്സിനോടും അവൾ പങ്കുവെക്കുന്നു. ഇവിടെ ദുർഗ ധൈര്യപൂർവ്വം വിക്കിയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. തലേന്നത്തെ നിന്റെ ഡാൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കുന്നു. ഒരു പെൺകുട്ടി നിന്നോട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ വിക്കിക്ക് ദുർഗയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ തോന്നിയില്ല. ഭൂമിക്ക് കോളേജിലെ ഡ്രാമ ഗ്രൂപ്പിൽ ചേരാൻ ഇഷ്ടമുണ്ടായിരുന്നു. അതിലേക്കുള്ള ഫോമും അവൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ നല്ലപോലെ പോവുകയാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഹായ് നാന പടം കാണാൻ വേണ്ടിയിട്ട് വിക്കി തന്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ട് വരികയായിരുന്നു. എന്നാൽ അവന് ലവ് സ്റ്റോറീസ് ഒന്നും തന്നെ ഇഷ്ടമല്ല. ആ സിനിമ ഭയങ്കര ബോറായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതിനിടയ്ക്ക് അവനെ നമ്മുടെ ദുർഗ വിളിക്കുന്നു. ഈ 1 ഇയർ ആയിട്ട് ദുർഗയാകട്ടെ വിക്കിയുമായിട്ട് പ്രണയത്തിലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ വിക്കി അവളെ ആ രീതിയിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ഹായ് നാന പടം കാണാൻ പോയിരുന്നെങ്കിൽ എന്നെ കൂടി വിളിക്കാൻ എന്താ, എനിക്കിത് നിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് കാണണമെന്ന് അവള് പറയുമ്പോ അവൻ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നതെന്ന്. അവന്റെ ലൈഫിൽ തനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോഴെല്ലാം തന്നെ അവൻ ചിരിച്ചുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. കാരണം അവളെ പോലൊരു പെൺകുട്ടിയായിരുന്നില്ല അവൻ തന്റെ ലൈഫിൽ ആഗ്രഹിച്ചിരുന്നത്. അവർ അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്ക് റോഡിൽ വെച്ച് ഭൂമിയും ഹർഷിതയും കാണുന്നുണ്ട്. അവർ 2 പേര് സഞ്ചരിച്ചൊരു സ്കൂട്ടി മറ്റൊരാളുടെ വണ്ടിയിൽ തട്ടിയത് കാരണം അയാളുമായിട്ട് തർക്കത്തിലായിരുന്നു. അയാൾ വരെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ ശേഷം നോക്കി കണ്ട് വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ പറയുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് വന്ന വിക്കി അകറ്റത്ത് നമ്മുടെ കോളേജിലെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് ഭൂമി ഹർഷിതയും പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ വിക്കി അയാളെ കുറെ ഇടിക്കുന്നു. അവൻ അയാളെ ആദ്യം ഇടിച്ചപ്പോ തന്നെ ഭൂമി പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ആ സമയത്താണ് വിക്കി അവളെ ശ്രദ്ധിക്കുന്നതും അവളുടെ ആ പേടിക്കുന്ന മുഖം കാണുന്നതും. എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും അയാളെ ഇടിച്ചു. എന്നിട്ട് അവരോട് അവിടെ നിന്നും പോയിക്കൊള്ളാൻ പറയുന്നു. അയാൾക്ക് കുറച്ച് വാണിംഗും കൊടുത്തിട്ട് വിക്കിയും കൂട്ടരും അവിടെ നിന്ന് പോയി. ഇനി ഇതിന് പ്രതികാരം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന കോളേജിലാണ് പഠിക്കുന്നത്, അവിടേക്ക് വന്നോളാനും പറയുന്നുണ്ട്. പക്ഷെ അവര് പോയി കഴിയുമ്പോഴാണ് കാണിക്കുന്നത് അയാളുടെ വണ്ടിയുടെ ബാക്കിൽ പോലീസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു പോലീസുകാരനായിരുന്നു. ഇത് വിക്കിക്കും കൂട്ടർക്കും അറിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഭൂമിയാകട്ടെ തന്റെ പ്രൊഫസറിനോട് തനിക്ക് വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാൻ പറയുന്നു. അയാൾ അവൾക്കൊരു ബുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഹർഷിത വന്ന് അവളെ വിളിക്കുന്നത്. തലേന്ന് ആ വിക്കിയും കൂട്ടരും അടിച്ച ആള് പോലീസുകാരനായിരുന്നു. അയാൾ രാവിലെ തന്നെ ഹോസ്റ്റലിൽ വന്നിട്ട് വിക്കിയും കൂട്ടരെയും വിളിച്ചുകൊണ്ട് പോയി ഒരുപാട് തല്ലിയെന്ന്. അത് കേട്ടിട്ട് ഭൂമിക്കും സങ്കടം തോന്നി. അവള് നേരെ മെൻസ് ഹോസ്റ്റലിലേക്ക് പോകുന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. തലേന്ന് രാത്രി നീ എന്തിനാ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നതെന്നും അവള് ചോദിക്കുന്നു. കാരണം ഞങ്ങളുടെ കയ്യിലായിരുന്നു തെറ്റ്. റോങ് സൈഡിൽ വന്നത് ഞങ്ങളാ. ഞങ്ങളുടെ വണ്ടിക്ക് ഹെഡ്ലൈറ്റും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അയാൾ അധികം ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ വന്ന കാര്യം വഷളാക്കി. പോലീസുകാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞേനെ. എന്നാൽ അതൊന്നും സാരമില്ലാന്ന് അവൻ പറയുന്നു. അവന്റെ കൂട്ടുകാരെല്ലാം തന്നെ പുറത്തു നിൽക്കുകയായിരുന്നു. അവന്റെ മുറിവെല്ലാം കണ്ടിട്ട് അവള് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് കാലിലും കയ്യിലും മുറിവൊക്കെ ക്ലീൻ ആക്കി. തന്നെ ശുശ്രൂഷിക്കുന്ന ഭൂമിയെ കണ്ടതും അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നുണ്ടെന്ന്. അമ്മ എന്നെ ഇങ്ങനെയാണ് കെയർ ചെയ്യുന്നത്. ഇങ്ങനെ ലൈനൊക്കെ പറഞ്ഞ് നീ എന്നെ വളയ്ക്കാനാണോ ശ്രമിക്കുന്നതെന്ന് അവള് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാൻ വീഴില്ല എന്നും പറയുന്നു. എനിക്ക് വളയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വളച്ചെടുക്കുമെന്നാണ് ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നത്. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. അവന്റെ മുഖത്തൊന്നും മരുന്ന് വെക്കാതെ അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ കൂട്ടുകാരോടും പറയുന്നു. ആ സംഭവത്തിന് ശേഷം വിക്കിക്ക് എങ്ങനെയെങ്കിലും ഭൂമിയുമായിട്ട് പ്രണയത്തിലാകണമെന്ന് ആഗ്രഹം തോന്നി. അവൾ ഇല്ലാത്ത സമയത്ത് അവളുടെ റൂമിൽ വരുന്നു. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലൈബ്രറിയിൽ നിന്നും HOD സജസ്റ്റ് ചെയ്ത ഒരു ബുക്ക് എടുക്കണമെന്ന് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ വിക്കി മനഃപൂർവ്വം പോയി ആ ബുക്ക് എടുക്കുന്നു. അതിന്റെ മറ്റു കോപ്പികളൊന്നും തന്നെ അവിടെ ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്നു. എന്തായാലും ആ ബുക്ക് തേടി അവൾ തന്റെ അടുത്ത് വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അവൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. കുറച്ചു നാളായിട്ടും അന്വേഷിച്ച് കിട്ടാത്ത ആ ബുക്ക് അവനാണ് എടുത്തുകൊണ്ട് പോയതെന്ന് അറിഞ്ഞിട്ട് അവൾ അതും ചോദിച്ച് അവന്റെ അടുത്ത് വരുന്നു. ഞാൻ വായിച്ചിട്ട് നാളെ തരാമെന്ന് പറയുന്നു. കൂട്ടത്തില് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വിചാരിച്ചിട്ട് നീ ഞാനൊരു മോശക്കാരനായ പയ്യനാണെന്ന് വിചാരിക്കണ്ട, ഞാൻ വളരെ കൂളാണെന്നും അവളോട് പറയുന്നു. പിന്നീട് അങ്ങോട്ട് അവളുമായിട്ട് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ഫ്രണ്ട്സിനെ എല്ലാം അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവളുടെയും ഫ്രണ്ട്സിന്റെ ഒപ്പം ഔട്ടിങ്ങിന് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കോളേജിൽ എവിടെ വെച്ച് കണ്ടാലും അവൻ ഭൂമിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കും. ഭൂമിയെ സംബന്ധിച്ച് അവൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു. എന്നാൽ
അവനിങ്ങനെ പിറകെ നടന്ന് അവളോട് സംസാരിക്കുന്നത് കോളേജിലെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞു നടക്കുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാണെന്നാണ്. അവസാനം ഇത് ഭൂമയുടെ ചെവിയിലും എത്തി. എന്നാൽ ഭൂമ പറയുന്നുണ്ട് തനിക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ലാന്ന്. ഞാനിവിടെ പഠിക്കാനാ വന്നത്, അല്ലാതെ ഇങ്ങനെ പ്രണയിച്ച് നടക്കാനോ റിലേഷൻഷിപ്പിലാവാനോ ഒന്നും തന്നെ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം രാത്രി ഭൂമയെ വിക്കി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഹൈനാന പടം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് കാണണോന്ന് പറഞ്ഞില്ലേ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന്. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യും, എന്റെ ഡ്രൈവിൽ സ്പേസ് ഇല്ലാന്ന്. എന്നാൽ ഈ മെൻസ് ഹോസ്റ്റലിലേക്ക് രാത്രി വരുന്നത് ശരിയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, എന്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുന്നു. അവരങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവൾ അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, സിനിമ നീ ഏതെങ്കിലും പെൻഡ്രൈവിലാക്കി തന്നാൽ മതി, ഞാൻ റൂമിൽ പോയി കണ്ടുകൊള്ളാമെന്ന്. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് റൂമിലേക്ക് കയറ്റുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സിനിമ കാണുകയാണ്. വിക്കി ഓൾറെഡി കണ്ട സിനിമ ആയതുകൊണ്ട് തന്നെ അവൻ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ പക്ഷേ സിനിമ കാണുമ്പോൾ ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് അവൻ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കണ്ടു തീർന്നു കഴിഞ്ഞതും വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൂവിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്നാൽ അവൻ അതിന് അനുവദിക്കുന്നില്ല. സിനിമയിലെ നായകൻ അനുഭവിച്ച വേദന നീ ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാനും അനുഭവിക്കുമെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് കുറച്ചുനേരം എന്റെ അടുത്ത് ഇരുന്നിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ അവളെ കിസ് ചെയ്യുകയാണ്. അവൾക്ക് തടുക്കാനും സാധിച്ചില്ല. വീണ്ടും വീണ്ടും അവൻ അവളെ കിസ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സ്വന്തം റൂമിലെത്തി മിററിൽ നോക്കി നിൽക്കുന്ന ഭൂമയാണ്. തലേന്ന് രാത്രി അവൻ തന്നെ കിസ് ചെയ്തതെല്ലാം ആലോചിച്ച് നിൽക്കുകയായിരുന്നു അവൾ. ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അവൾ. കാരണം അവളുടെ സമ്മതമില്ലാതെയാണ് അവൻ അവളെ കിസ് ചെയ്തത്. അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കോളേജിലേക്ക് പോയ അവളെ കാത്തിരുന്നത് ആ കോളേജിലെ ഒരുപാട് പേരുടെ കൺഗ്രാറ്റുലേഷൻസ് ആയിരുന്നു. എല്ലാവരും വന്ന് അവളോട് കൺഗ്രാറ്റ്സ് പറയുന്നു. വിക്കി നിന്നെ കിസ് ചെയ്ത കാര്യം കോളേജ് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്. എന്താണെങ്കിലും പഠിത്തം എന്ന് പറഞ്ഞൊരു മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നീ തന്നെ കോളേജിൽ ആ ചുള്ളൻ ചെക്കനെ അടിച്ചെടുത്തല്ലോ എന്നാണ് എല്ലാവരും അവളോട് പറയുന്നത്. ആദ്യം ഇതെല്ലാം കേട്ട് അവള് പേടിച്ചു. പക്ഷെ പിന്നീട് എല്ലാരും വന്ന് അവളോട് കൺഗ്രാറ്റ്സ് പറയുകയായിരുന്നു. നീ വിക്കിയുടെ ഗേൾഫ്രണ്ട് ആയല്ലെന്ന് പറഞ്ഞിട്ട്. പതിയെ പതിയെ അവൾക്കത് കേൾക്കുമ്പോൾ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തി തന്റെ ബോയ് ഫ്രണ്ട് ആയി മാറിയിരിക്കുന്നു. അതും ഒറ്റ രാത്രി കൊണ്ട്. അതിനു മുൻപ് വരെ അവനോട് ഒരു തരത്തിലുള്ള ഫീലിംഗ്സും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ ഇങ്ങോട്ട് കിസ് ചെയ്യുകയും ചെയ്തു. അവൻ തന്നെ എല്ലാവരോടും അത് പറയുകയും ചെയ്തു. അവൾ തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഭൂമയ്ക്കും അതങ്ങനെ അല്ല എന്ന് പറയാൻ തോന്നിയില്ല. അവൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോവുകയായിരുന്നു. അവർ രാവിലെ ഓടി വന്ന് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഹായ് ഗേൾഫ്രണ്ട് എന്ന് പറയുന്നു. അവളും തിരിച്ച് ഹായ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് അവർ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലാവുകയാണ്. ഈ സംഭവം അറിഞ്ഞിട്ട് ദുർഗയാകട്ടെ അവനെ വിളിച്ചുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന്. നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ പ്രേമിക്കാനുള്ള ഫീലിംഗ്സ് ഒന്നും തന്നെ എനിക്ക് നിന്നോട് തോന്നുന്നില്ല. നീ എനിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയേ അല്ല, എനിക്ക് പറ്റിയ പെൺകുട്ടി ഭൂമ തന്നെയാണ്. എന്നാൽ ദുർഗ വീണ്ടും അവനോട് പറയുന്നുണ്ട്, നീ എന്നെ കിസ് ചെയ്യുന്നു, നിനക്ക് ആ ഫീലിംഗ്സ് ഒക്കെ വന്നോളും. എന്നാൽ അവൻ അവളെ കിസ് ചെയ്യുന്നില്ല. അത് കാരണം അവൾ അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഉടനെ ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ വെയിറ്റ് ചെയ്തോളാമെന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വിക്കിയും ഭൂമയും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവന്റെ ക്രിക്കറ്റ് മാച്ചിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഭൂമ പോകുന്നുണ്ട്. അവളിരിക്കുന്ന അടുത്തേക്ക് അവൻ ബോൾ അടിച്ചിടുന്നു. അവന്റെ കൂടെ അവള് മൂവി കാണാൻ പോവുകയും കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ഗെയിംസ് കളിക്കാൻ പോകുന്നിടത്ത് അവള് ഗെയിംസ് ഒന്നും കളിക്കാറില്ലായിരുന്നു. അവൻ ഗെയിംസ് കളിക്കുമ്പോൾ അവന് വേണ്ടിയിട്ട് വെള്ളവുമായിട്ട് അവൾ പിറകിൽ തന്നെ നിൽക്കും. വിക്കിയുടെ എല്ലാ കാര്യങ്ങളും പിന്നീട് ഭൂമയാണ് നോക്കുന്നത്. അവന്റെ അമ്മയെ പോലെയായിരുന്നു അവൾ അവനെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അവനും അത് അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഒരു ദിവസം ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ നേരത്ത് താൻ കഴിച്ചതിന്റെ ക്യാഷ് താൻ തന്നെ കൊടുത്തുകൊള്ളാമെന്ന് ഭൂമ പറഞ്ഞെങ്കിലും അതിന് വിക്കി സമ്മതിക്കുന്നില്ല. നീ കഴിച്ചതിന്റെ കാശും ഞാൻ തന്നെ കൊടുത്തുകൊള്ളാമെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞിട്ടും ഇവിടെ വെച്ചൊരു തർക്കത്തിന് നിൽക്കണ്ട, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണ്, ഇതെന്റെ ഡ്യൂട്ടിയാണെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഭൂമയ്ക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഉച്ചയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ക്യാൻറ്റീനിൽ വന്നിരിക്കുമ്പോൾ അവളാണ് പോയി അവനും അവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരുന്നത്. അവന്റെ അടുത്തിരുന്ന് അവള് കഴിക്കുകയും ചെയ്യും. അവന്റെ പ്ലേറ്റിൽ നിന്ന് അവന് വാരി കൊടുക്കുകയും ചെയ്യും. അവൻ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാറില്ലായിരുന്നു. അവന്റെ റൂമിലേക്ക് അവള് വരുമ്പോ അവിടെ എല്ലാം തന്നെ വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരിക്കും. അതെല്ലാം തന്നെ അവളായിരുന്നു ക്ലീൻ ചെയ്ത് വെക്കുന്നത്. അവന്റെ തുണികളും അവളാണ് കഴുകി മടക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ മിക്ക ദിവസങ്ങളിലും അവളുടെ റുട്ടീൻ ഇതായി മാറി. അവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവന്റെ റൂം ക്ലീൻ ആക്കുക, അവന്റെ തുണി കഴുകുക, പിന്നെ കുറെ ടൈം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഭൂമയാകട്ടെ എന്തോ ഒരു ഡൗട്ട് വിനയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹർഷിത വന്ന് ഭൂമയോട് പറയുന്നുണ്ട്, നീയും വിക്കി റിലേഷൻഷിപ്പിലായ ശേഷം വിനയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന്. കാരണം അവൻ ഫസ്റ്റ് ഇയർ മുതൽ നിന്നെ സ്നേഹിക്കുന്നതാ. അതവൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അവന്റെ മനസ്സിൽ നിന്നോട് പ്രണയമുണ്ട്. ഹർഷിത ഇങ്ങനെ വന്ന് ഭൂമയോട് പറയുന്നത് ഭൂമയെ അന്വേഷിച്ച് വന്ന വിക്കി കേൾക്കുന്നു. അത് പറഞ്ഞിട്ട് ഹർഷിത പോയി. പക്ഷെ ഭൂമയാകട്ടെ വിനയോട് ചോദിക്കുന്നുണ്ട്, ഇവര് പറയുന്ന പോലെ നിനക്ക് എന്നോട് പ്രണയമുണ്ടായിരുന്നുവെന്ന്. എന്നാൽ വിനയ് പറയുന്നു ഇവരിത് ചുമ്മാ കളിയാക്കാൻ പറയുന്നതാണെന്ന്. പക്ഷെ വിനയുടെ മുഖം കണ്ടപ്പോൾ ഭൂമയ്ക്ക് മനസ്സിലായി തന്നോട് പറയാതെ അവൻ തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന്. ഭൂമ അവനെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. അവന്റെ വിഷമം ഭൂമ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വിക്കി അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് വന്ന് അവളെ കിസ് ചെയ്ത് അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് നിന്റെ കൂടെ നിന്നത് ആരായിരുന്നു ചോദിക്കുമ്പോൾ അത് വിനയാണ്, ഫസ്റ്റ് ഇയർ മുതൽ എന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ 3 പേരും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്നാണ് വിക്കി പറയുന്നത്. കാരണം ഹർഷിത പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ
കേട്ടു. അവന് നിന്നോട് ഫീലിംഗ്സ് ഉണ്ട്. അങ്ങനെ ഫീലിംഗ്സ് കൊണ്ട് നടക്കുന്ന ഒരുത്തനുമായിട്ട് നീ ഫ്രണ്ട്ഷിപ്പ് വെക്കണ്ട. അത് കേട്ട് ഭൂമിക്ക് നല്ല ദേഷ്യം വരുന്നു. കാരണം അവൾ ആരുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവളാണ്. ആ തീരുമാനങ്ങളെല്ലാം വിക്കി എടുക്കുന്നത് അവളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾക്കും ദേഷ്യത്തിനും ഒക്കെ കാരണമായി. അതിനെല്ലാം ന്യായീകരണമായിട്ട് വിക്കി പറയുന്നത് നിന്നോട് ഫീലിംഗ്സ് ഉള്ള ഒരുത്തൻ നിന്റെ കൂടെ എപ്പോഴും കറങ്ങി നടക്കുകയും ഒരുമിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്നെ പറ്റി അവരെന്ത് വിചാരിക്കും? ഇത് മോശമാണെന്നാണ് അവൻ പറയുന്നത്. അത് മാത്രമല്ല, അന്ന് രാത്രി വിനയുടെ റൂമിൽ ചെന്ന് വിക്കി അവനുമായിട്ട് വഴക്കിടുകയും അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. വിനയുടെ മറ്റൊരു കൂട്ടുകാരൻ വന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഭൂമിയെ അറിയിക്കുന്നു. അവള് വന്നിട്ടാണ് വിക്കി അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത്. ഭൂമിയോട് ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു വിനയെ വിക്കി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. വിക്കിയുടെ ഈ പെരുമാറ്റം കാരണം ഭൂമിയാകട്ടെ വിനയോട് മാപ്പ് പറയുന്നു. എന്നാൽ വിനയ് ഇതെല്ലാം കാരണം അവളോട് പറയുന്നുണ്ട് ഇനി ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല എന്ന്. അതോടുകൂടി അവളുടെ ആ ഒരു നല്ല ഫ്രണ്ടിനെ അവൾക്ക് നഷ്ടപ്പെട്ടു. ഭൂമിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ജനനത്തോടു കൂടി അവളുടെ അമ്മ മരിച്ചുപോയതാണ്. അവളുടെ അച്ഛൻ ഒറ്റയ്ക്കാണ് അവളെ വളർത്തിയത്. അച്ഛൻ ഇപ്പോൾ വിളിക്കുമ്പോഴെല്ലാം തന്നെ ഭൂമ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം വിക്കിയുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയ ശേഷം അവൾ നോർമൽ അല്ലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം അച്ഛനോട് പോലും അവൾക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അവളുടെ ഈ അകൽച്ച അവളുടെ അച്ഛനും മനസ്സിലാക്കി തുടങ്ങി. എന്നാൽ തലേന്ന് താൻ വിനയോട് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വരികയാണ് വിക്കി. ഞാൻ അന്നേരത്ത് ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയുന്നു. വിനയ എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് ഇനി വിനയുടേന്നല്ല ആരുടെ ആവശ്യം നിനക്കില്ലാന്ന്. നിനക്ക് ഞാനുണ്ട്, ഞാൻ മാത്രം മതി, വേറെ ആരും നിന്റെ ജീവിതത്തിൽ വേണ്ട. അന്ന് കോളേജിൽ വെച്ച് ദുർഗയാകട്ടെ വിക്കിയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീയും ഭൂമിയും തമ്മിൽ എന്തെങ്കിലും വഴക്കാണോ ബ്രേക്കപ്പ് ആണോ എന്ന്. അങ്ങനെയൊന്നും ഇല്ലാന്ന് അവൻ പറയുന്നു. അവന്റെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുകയായിരുന്നു ദുർഗ. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് ഭൂമം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന്. എന്നാൽ അവൻ പറയുന്നു അവക്ക് എന്നെ നല്ല വിശ്വാസ, ഒരിക്കലും നമ്മൾ ഇങ്ങനെ നിന്നു കരുതിയിട്ട് അവൾ തെറ്റിദ്ധരിക്കില്ല എന്ന്. ഭൂമിയുടെ അടുത്ത് അവളുടെ ഒരു ഫ്രണ്ട് പോലും വന്നൊന്ന് സംസാരിക്കാൻ അനുവദിക്കാത്ത അവനാകട്ടെ ദുർഗയുടെ കൂടെ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് ഭൂമ കണ്ടാലും പ്രശ്നമില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമ അവരുടെ കോളേജിലെ ഡ്രാമ ഗ്രൂപ്പിൽ ചേരുന്നതും ദുർഗയുള്ള ആ ടീമിലേക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ അവൾ സ്റ്റേജിലേക്ക് കയറുന്നതുമാണ്. എന്നാൽ ദുർഗ നല്ലൊരു പെർഫോമർ ആയിരുന്നു. അവൾ നല്ല പോലെയാണ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഭൂമിയെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഇടയ്ക്ക് ഡയലോഗ് മറന്നു പോവും, അല്ലെങ്കിൽ ഡയലോഗ് തെറ്റിക്കും, അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്നും ഇല്ലാതെയായിരിക്കും ഡയലോഗ് പറയുന്നത്. അതൊക്കെ കാരണം ഭൂമ ഒരുപാട് വിഷമത്തിലായിരുന്നു. ഒടുവിൽ അവൾ ദുർഗയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. നിനക്ക് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. നീ ഡ്രാമയിൽ നല്ല പോലെയാണ് ചെയ്യുന്നത്. ഞാൻ വളരെയധികം മോശമാണെന്ന് എനിക്കറിയാം. ഞാൻ മോശമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. അവൾ അത്രയധികം സ്വീറ്റ് ആയിട്ട് ദുർഗയോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാരണം ദുർഗ പോലും അതിശയിച്ച് നിൽക്കുകയായിരുന്നു. അവൾ വെറും ഒരു പാവം സാധു പെൺകുട്ടിയാണെന്ന് ദുർഗയ്ക്ക് മനസ്സിലായി. അങ്ങനെ ദുർഗ അവളെ നല്ല പോലെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഒരുപാട് ടൈം അവളുടെ കൂടെ സംസാരിക്കുകയും സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദുർഗയുടെ കമ്പനി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദുർഗയ്ക്ക് ഭൂമയും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടിക്കാലം മുതലേ അവൾക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം ഇതുവരെയും ഇങ്ങനെ വന്നിട്ടില്ല. എപ്പോഴും സ്റ്റേജിന്റെ ഏതെങ്കിലും ഓരോരുത്തരുന്ന് കൈയടിക്കായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവിടെ അഡ്മിഷൻ വാങ്ങിയതും ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വന്നതും. അങ്ങനെ ഡ്രാമയൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അവരത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. ഭൂമ നല്ല പോലെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഓഡിയൻസ് എല്ലാം തന്നെ നല്ലപോലെ ക്ലാപ്പും ചെയ്യുന്നു. ആദ്യം അവളുടെ അഭിനയം ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന വിക്കിയാകട്ടെ മറ്റുള്ളവർ വിസിലടിക്കുകയും ക്ലാപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് അത് അസ്വസ്ഥനായി. തന്റെ ഗേൾഫ്രണ്ടിനെ മറ്റുള്ളവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. ഡ്രാമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന അവൾക്ക് എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. നന്നായിട്ട് ചെയ്തു എന്നും പറയുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടി എന്റെ ഡ്രാമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വിക്കിയെ വന്ന് കെട്ടിപ്പിടിക്കുന്ന അവളോട് വിക്കി പറയുന്നത് ഡ്രാമയൊക്കെ കൊള്ളായിരുന്നു. ആൾക്കാരിങ്ങനെ നിനക്ക് വേണ്ടി കൈയടിക്കുന്നതൊക്കെ നിനക്ക് ഇഷ്ടമാണോ, അറ്റൻഷൻ കിട്ടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. നീ എന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് നീ ആ ഡ്രാമയിൽ ഒരിടത്ത് ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അഴകെ വീഴുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്റെ ക്ലീവേജ് നല്ല പോലെ കാണായിരുന്നു. അത് കണ്ടുകൊണ്ട് എല്ലാവരും അത് ആസ്വദിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം തന്നെ വേറൊരു രീതിയിലാണ് നോക്കിയത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളുടെ ആ സന്തോഷം തന്നെ അവൻ ഇല്ലാതെയാക്കി. ഭൂമ പൊതുവെ എപ്പോഴും ചുരിദാറാണ് ധരിക്കുന്നത്. അവൾ അങ്ങനെ മോഡേൺ ഡ്രസ്സ് ധരിക്കാറില്ലായിരുന്നു. തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും അവൾ ഷോള് ധരിക്കുമായിരുന്നു. വിക്കി അങ്ങനെയൊക്കെ അവളോട് സംസാരിച്ച കാരണം അവൾ ആകെ ഡിസ്റ്റർബായി. അന്ന് രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദുർഗയാകട്ടെ ക്ലാസ്സിൽ വന്ന് ഭൂമയോട് പറയുന്നുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിന് പോകാമെന്ന്. എന്നാൽ ഭൂമ പറയുന്നു ക്യാന്റീനിൽ എനിക്ക് വേണ്ടി എന്റെ ബോയ് ഫ്രണ്ട് കാത്തിരിക്കും, ഞാൻ ചെന്നിട്ട് അവൻ ആഹാരം കഴിക്കൂ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. അതൊന്നും സാരമില്ല, ഒരു ദിവസമൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്തോളും, നമുക്ക് കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് ദുർഗ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. ഫോൺ ചെയ്ത് വിക്കിയോടൊന്ന് പറയാൻ പോലും ദുർഗ ഭൂമയെ അനുവദിച്ചില്ല. അതിനൊന്നും ടൈമില്ല എന്നാണ് അവള് പറയുന്നത്. അന്ന് ദുർഗയുടെ കൂടെ പോയ ഭൂമ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അത്രയും കാലം വിക്കിയുടെ കൂടെ അവൾ പുറത്തു പോയിട്ടുണ്ടെങ്കിലും ഗെയിമുകളൊന്നും തന്നെ അവള് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പിറകില് ഇങ്ങനെ നോക്കി നിൽക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ എല്ലാ ഗെയിമുകളും ദുർഗ അവളെ കൊണ്ട് കളിപ്പിക്കുന്നു. അവൾക്ക് ആ ഔട്ടിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ദുർഗ അവളോട് ചോദിക്കുന്നുണ്ട് നീ വിക്രമിന്റെ കൂടെ ഇതുപോലെ ഹാപ്പിയാണോ എന്ന്. അത് കേട്ടതോടെ ഭൂമയുടെ മുഖത്ത് ചിരി മാഞ്ഞു. ഞാൻ ഹാപ്പിയാണ്, അവനൊരു ടിപ്പിക്കൽ കൂൾ ബോയ് ആണെന്നൊക്കെ അവള് പറയുന്നു. അവൻ എല്ലാത്തിനും ഞാൻ വേണം, ഒന്നും സ്വന്തമായിട്ട് ചെയ്യില്ല, സ്വന്തമായിട്ട് കഴിക്കില്ല, റൂം ക്ലീൻ ആക്കില്ല, അവന്റെ ഡ്രസ്സുകൾ
കഴുകാറില്ല, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അവന്റെ അമ്മയെ പോലാണ് ഞാൻ അവനെ നോക്കുന്നതെന്നാണ് അവൻ എപ്പോഴും പറയുന്നത്. പിന്നെ മാത്രമല്ല അവന് നല്ലപോലെ കിസ് ചെയ്യാൻ അറിയാമെന്നും അവൾ പറയുന്നു. ഇവൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ദുർഗ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. ദുർഗയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി വിക്കി ഏത് രീതിയിലാണ് ഭൂമയെ ഉപയോഗിക്കുന്നതെന്ന്. ദുർഗ അതൊക്കെ കൊണ്ട് അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നീ എന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കും, പക്ഷെ എന്നാലും മറ്റൊരാൾ പറഞ്ഞ് നീ ഇതറിയാൻ പാടില്ല. ഞാൻ തന്നെ എല്ലാം നിന്നോട് പറയാം. ഈ കോളേജിൽ ഞാൻ വന്നതിന്റെ അന്ന് തന്നെ എനിക്ക് വിക്കി ഇഷ്ടപ്പെട്ടതാണ്. അന്നു മുതൽ ഞാൻ അവന്റെ കൂടെ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൻ എന്റെ കൂടെ റിലേഷൻഷിപ്പിലാകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ നല്ലപോലെ മനസ്സിലായി. കാരണം എന്നെപ്പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും അവൻ ആഗ്രഹിക്കില്ല. അവന് വേണ്ടത് നിന്നെപ്പോലൊരു പെൺകുട്ടിയായിരുന്നു. നിങ്ങൾ റിലേഷൻഷിപ്പിലായ ശേഷം ഞാനൊരു ദിവസം അവനെ കിസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ എന്നെ തടയുകയും ചെയ്തു. ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ അത് വിഷമം ഉണ്ടാക്കും. വിക്കിക്ക് പറ്റിയൊരു പെൺകുട്ടി തന്നെയാണ് നീ, പക്ഷെ ഒരിക്കലും നിനക്ക് പറ്റിയൊരു ആൺകുട്ടിയല്ല വിക്കി. എന്റെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ട്. വിക്കിയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നിനക്ക് നഷ്ടമാവും. അവൾ പറയുന്നതെല്ലാം കേട്ടപ്പോ ഭൂമ ആകെ കൺഫ്യൂഷനിലായി. മാത്രമല്ല അവൾ വിക്കിയെ സ്നേഹിച്ചിരുന്നുവെന്നും കിസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് അറിഞ്ഞതോടുകൂടി അവൾ ആകെ ഡിസ്റ്റർബ് ആവുകയും ചെയ്തു. ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വിക്കിയെ കാണാൻ വേണ്ടിയിട്ട് അവൾ അവിടേക്ക് ചെല്ലുമ്പോ ഉച്ചയ്ക്ക് ക്യാന്റീനിലേക്ക് വരാതെ തന്നോട് പറയാതെ പുറത്തു പോയത് കാരണം അവളോട് അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവള് വന്നു നിന്നിട്ടും അധികം മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവളാകെ വിഷമിച്ചു നിൽക്കുന്നത് അവന്റെ കൂട്ടത്തിലെ ഒരു ഫ്രണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതവൻ വിക്കിയോട് പറയുമ്പോഴാണ് വിക്കി പോയി അവളോട് സംസാരിക്കുന്നത്. എന്തുപറ്റി നീ എന്താ ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത്, നീ ഓക്കെ അല്ല എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അതുവരെ അവളുടെ മുഖം വല്ലാതിരുന്നെങ്കിലും അവൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അവൾ ഒന്ന് റിലാക്സ് ആയി. നീ ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം വിക്കിയാകട്ടെ ഇവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് കുറെ തവണ ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ അമ്മയെ കാണിക്കാൻ എന്റെ നാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുകയാണെന്ന്. എന്നാൽ അതെന്താ തന്നോട് നേരത്തെ പറയാഞ്ഞത്? ഞാൻ കോളേജിലില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ആകെ ടെൻഷനിലാകും, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നൊക്കെ അവള് പറയുന്നു. നിന്റെ അച്ഛൻ എന്തായാലും കോളേജിലോട്ടൊന്നും വരാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് സാരമില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാലും പോകുന്ന വഴിക്ക് അവളാകട്ടെ അച്ഛനെ വിളിക്കുന്നു. താൻ കോളേജിലുണ്ട് എന്നുള്ള തരത്തില് അച്ഛനോട് സംസാരിക്കുന്നു. എന്നാൽ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ എന്തിനാ എന്നെ വിളിച്ച് പറയുന്നതെന്ന്. അതൊന്നുമില്ല, താൻ വെറുതെ വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ച് അവൾ വിക്കിയുടെ കൂടെ അവന്റെ വീട്ടിലെത്തി. അവൻ വീട്ടിലെത്തിയതും അവന്റെ അമ്മ ഓടി വന്ന് കതക് തുറന്നു കൊടുക്കുന്നു. അമ്മയുടെ ഭാവി മരുമകളാണ് ഇതെന്ന് വിക്കി പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവന്റെ അമ്മയാകട്ടെ അവരുടെ കണ്ണിൽ പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും അവർ കുനിഞ്ഞു തന്നെയായിരുന്നു നിന്നിരുന്നത്. അകത്തേക്ക് കയറി അവൻ ഷൂ ഒക്കെ ഊരിയിട്ടതും അവർ ഓടി വന്ന് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്ന അവൻ പറഞ്ഞതും അവർ ഓടി കിച്ചണിലേക്ക് പോയി. ഭൂമയോടോ അവനോടോ ഒന്നും തന്നെ അവർ സംസാരിക്കുന്നുമില്ല, അവരുടെ ഒന്നും മുഖത്ത് പോലും നോക്കുന്നില്ല. അവരെന്താ ഇങ്ങനെ എപ്പോഴും താഴെ നോക്കി പേടിയോടുകൂടി കിച്ചണിലേക്ക് പോവുകയും കഴിക്കാനുള്ള ആഹാരം റെഡിയാക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് അമ്മ അങ്ങനെ തന്നെയാണെന്ന്. വീട്ടിലേക്ക് ഏത് ഗസ്റ്റ് വന്നാലും അമ്മ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടി കിച്ചണിലേക്ക് പോകും, അല്ലെങ്കിൽ എപ്പോഴും തറയിലേക്ക് തന്നെ നോക്കി നിൽക്കും. അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോ അതൊക്കെ അച്ഛനുള്ള കാലത്തെ ശീലങ്ങളാണെന്നാണ് അവൻ പറയുന്നത്. ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അമ്മ പുറത്തേക്ക് വരുന്നത് അച്ഛന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും അടുക്കളയിൽ നിൽക്കുന്നത്. അതുപോലെ അച്ഛന് ദേഷ്യം വരുന്ന സമയത്ത് അമ്മ അച്ഛന്റെ അടുത്തേക്ക് പോകാറേയില്ല. കാരണം ആ സമയത്ത് അച്ഛനായിരിക്കില്ല, അച്ഛന്റെ ബെൽറ്റ് ആയിരിക്കും അമ്മയോട് സംസാരിക്കുന്നത്. അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അച്ഛൻ ബെൽറ്റ് ഊരി അമ്മയടിക്കും. ഇതെല്ലാം കേട്ട് ഭൂമ ആകെ വല്ലാതെയായി. എന്നാൽ അവൻ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, അത് അക്കാലത്തെ ആളുകളുടെ ശീലങ്ങളാ. എനിക്ക് ദേഷ്യം വന്നാലും ഞാനൊരിക്കലും നിന്റെ മുകളിൽ കൈവെക്കില്ല. അതിനുശേഷം വിക്കിയെ കേട്ട് തന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. വിക്കി പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവനുള്ള ചെരുപ്പും അവന്റെ ഹെൽമെറ്റും എല്ലാം തന്നെ അവന്റെ അമ്മ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. നീ അമ്മയോട് സംസാരിച്ചിരിക്കുന്ന പറഞ്ഞിട്ടാണ് വിക്കി പുറത്തേക്ക് പോയത്. എന്നാൽ അവന്റെ അമ്മ അപ്പോഴും ഒന്നും മിണ്ടാതെ അങ്ങനെ തലകുനിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. അവർ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തന്റെ പഴയ ആൽബം കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അവൾ അതെല്ലാം നോക്കുന്നുണ്ട്. ആ ആൽബത്തിൽ വിക്കിയുടെ അമ്മയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെല്ലാം തന്നെ അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് ചിരിക്കുകയും തലനിവർത്തി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്ന അമ്മ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയായെന്ന് അവള് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് ചിരി മാഞ്ഞു. ഭൂമയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി വിക്കിയും വിക്കിയുടെ അച്ഛനെ പോലെ തന്നെയാണ്. അവർ ആഗ്രഹിക്കുന്നത് ഒരു ജീവിത പങ്കാളിയല്ല, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു സെർവന്റിനെ പോലൊരാളെ മതി അവർക്ക്. അവർ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിൽക്കുന്ന അടിമയെ പോലൊരു വ്യക്തി. ഭൂമ തന്റെ ഭാവി കാണാൻ തുടങ്ങി. താൻ വിക്കിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവന്റെ അമ്മയെ പോലെ തന്നെ താനും ഇതുപോലെ ആരെങ്കിലും വരുമ്പോ മിണ്ടാതെ തലകുനിച്ച് നിൽക്കണം. അവൻ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണം. അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരം ഭൂമയുടെ മനസ്സ് നിറയെ പല ചിന്തകളായിരുന്നു. വഴിയിൽ ആഹാരം കഴിക്കാൻ കയറിയ സമയത്ത് അവളാകട്ടെ അവനോട് സംസാരിക്കുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയാ താമസിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് ക്യാമ്പസ് സെലക്ഷൻ വഴി എനിക്ക് ജോലി കിട്ടുമായിരിക്കും. ആ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടാതെ എവിടെ കിട്ടുന്നോ നമ്മൾ അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തുന്ന ഒരു അങ്കിളുണ്ട്, അത് നാട്ടിൽ തന്നെയാണ്. അയാൾക്ക് നല്ലപോലെ നോക്കി നടത്താൻ അറിയില്ല. ഞാൻ അതും നോക്കി നടത്തി അവിടെ അങ്ങ് കൂടും. നിനക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കുകയും ചെയ്യാം. അപ്പൊ എന്റെ ജോലിയുടെ കാര്യം എങ്ങനെയാ? എനിക്ക് ജോലി കിട്ടുന്നിടത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് അവള് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്ന്. കാരണം നിനക്ക് ചിലപ്പോൾ ആദ്യം ജോലിക്ക് പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ എത്ര കാലം പിന്നീട് ആ ജോലി ചെയ്യാൻ പറ്റും? എന്താണെങ്കിലും നീ എന്റെ കൂടെ എന്റെ വീട്ടിൽ വന്ന് നിന്നേ പറ്റൂ. കാരണം നമുക്ക് എന്തായാലും ഒരു 3 കുട്ടികളെങ്കിലും വേണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ അമ്മയുടെ ആഹാരം ഒന്നും പഴയ പോലെ അത്ര ടേസ്റ്റ് ഉള്ളതല്ല. അതുകൊണ്ട് അതെല്ലാം തന്നെ നീ
ഒന്ന് കൈകാര്യം ചെയ്യണം. നീ വേണം ഇനി എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. വീട്ടിലെ കാര്യങ്ങളും എനിക്ക് വേണ്ടുന്ന ആഹാരം എല്ലാം തന്നെ നീ നല്ലപോലെ കുക്ക് ചെയ്ത് തരണം. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ നോക്കി നടത്തുന്നതിനിടയ്ക്ക് നീ ജോലിക്കും കൂടെ പോയി കഴിഞ്ഞാൽ നീ ആകെ ടയേർഡ് ആകും. അതുകൊണ്ട് നീ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അവൾ അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത്. അന്ന് തിരിച്ചു വന്നിട്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. നേരെ ബാത്റൂമിലേക്ക് കയറി ഷവർ ഓൺ ആക്കി അതിന്റെ ചുവട്ടിൽ തന്നെ നിന്നു. ആ റിലേഷൻഷിപ്പിൽ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൾ തന്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവത്തെ പറ്റി ആലോചിക്കുന്നു. അമ്മ മരിച്ച ശേഷം അവളുടെ കാര്യങ്ങൾ അച്ഛനായിരുന്നല്ലോ നോക്കിയിരുന്നത്. ഒരു ദിവസം അവള് തന്റെ ആന്റിയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ അച്ഛന് അതിൽ ഒരുപാട് വിഷമം തോന്നി. അയാൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ. ആന്റിയുടെ വീട്ടിൽ നിന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അയാളാകട്ടെ അവളോട് അതിന്റെ പരിഭവം പറയുന്നുണ്ട്. നീ എന്നെ ഒറ്റയ്ക്ക് കളഞ്ഞിട്ട് പോയതല്ലേ, നിനക്കിപ്പോ എന്നെ വേണ്ടാതായെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അന്ന് രാത്രി 9 മണിയായിട്ടും അവൾക്ക് ആഹാരം കിട്ടാത്ത കാരണം അവൾ വിശന്നിട്ട് അച്ഛനോട് വന്ന് ആഹാരം ചോദിക്കുമ്പോൾ അയാൾ കുറച്ച് ദേഷ്യത്തോടെയും പിണക്കത്തോടെയും പറയുന്നുണ്ട്, നീ ഇത്രയും ദിവസം ആന്റിയുടെ കൂടെയല്ലേ നിന്നത്, ആന്റിയിലെ നിനക്ക് ആഹാരം തന്നത് അവരോട് തന്നെ പോയി ചോദിച്ചു കൊള്ളാൻ. അത് കേട്ട് വിഷമത്തോടെ അവള് പോയി അവിടെ ഇരുന്ന വെള്ളവും കുടിച്ചിട്ട് കിടന്നുറങ്ങി. ഈ ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിലൂടെ വരികയായിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അവൾക്ക് നല്ലപോലെ ഫീവർ ആയിട്ടുണ്ടായിരുന്നു. ഹർഷിത അവൾക്ക് വേണ്ടിയിട്ട് മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവളുടെ കൂടെ അവിടെ ഇരിക്കണമെന്നും അവളെ ശുശ്രൂഷിക്കണമെന്നും ഹർഷിതയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്റെ ബോയ് ഫ്രണ്ട് ഉള്ള കാരണം നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ നിന്നെ ഇവിടെ നോക്കിയിരിക്കാനോ പോലും എനിക്ക് പറ്റുന്നില്ല. അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അവൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. വിക്കി അവിടേക്ക് വരികയും ഹർഷിതയോട് അവിടെ നിന്ന് പോകാൻ പറയുകയും ചെയ്തു. നിന്റെ അടുത്ത് ഞാനുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നു. അവൾ ആകെ കൺഫ്യൂഷനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നമുക്ക് ടെറസിൽ പോയി സംസാരിക്കാമെന്ന്. ഉള്ളിൽ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് അവൾ അവനോട് പറയുന്നുണ്ട്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒരു ചെറിയ ബ്രേക്ക്. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതുമല്ല, കുറച്ച് ലോങ് ആയിരിക്കണം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്താ നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അവളത് കാരണം പെട്ടെന്ന് അവനോട് പറയുന്നുണ്ട്, എക്സാം ഒക്കെ വരികയില്ലേ, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് വേണമെന്ന്. എന്നാൽ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിക്കി പറയുന്നുണ്ട്, ഈ കാര്യത്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. നീ ഭയങ്കര ക്യൂട്ടാണ്. നിനക്കിപ്പോ ആവശ്യമുള്ളത് എന്റെ പ്രണയമാണ്. നിനക്ക് എപ്പോ എന്താ ആവശ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ അതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. നിനക്കിപ്പോ വയ്യാതിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തയൊക്കെ നിന്റെ മനസ്സിൽ വരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ക്ലാസ്സിൽ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൂടെ സിനിമയ്ക്ക് പോയാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ മിക്ക രാത്രികളിലും അവൻ അവളുടെ കൂടെയായിരുന്നു കിടക്കുന്നത്. ഹോസ്റ്റൽ റൂമിൽ നിന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് പോകും. ഇത് പതിവായി മാറി. അവന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വന്നില്ല. പതിവ് പോലെ അവൻ ആഹാരം കൊണ്ടു കൊടുക്കുകയും അത് വാരി കൊടുക്കുകയൊക്കെ അവൾ ചെയ്തു. പക്ഷേ അപ്പോൾ അവളുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. വൃത്തികേടായി കിടക്കുന്ന അവന്റെ റൂം ക്ലീൻ ആക്കുകയും അവന്റെ തുണി കഴുകി മടക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ആ സമയത്തെല്ലാം തന്നെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഭൂമയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ വരുന്നുണ്ട്. ഹോസ്റ്റലിൽ അവളുടെ റൂം ഏതാണെന്ന് അന്വേഷിച്ച് അയാൾ ആ റൂമിന് പോയി നോക്കിയുമ്പോൾ തുറക്കുന്നതാകട്ടെ വിക്കിയും. ആദ്യം അയാളൊന്ന് സംശയിക്കുന്നു. പക്ഷെ ബാക്കിലേക്ക് നോക്കിയപ്പോ ഭൂമ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടതോടുകൂടി അയാൾക്ക് മനസ്സിലായി ഇവർ തമ്മിൽ വേറെന്തോ ബന്ധമുണ്ടെന്നും ഇവർ ഒരുമിച്ചാണ് ഈ റൂമിൽ കിടക്കുന്നതെന്നും. അതോടെ അയാൾ ദേഷ്യത്തിൽ അവനെ അടിക്കുന്നു. ഞെട്ടിയുണർന്ന ഭൂമയും തന്റെ അച്ഛനെ മുന്നിൽ കണ്ടതോടുകൂടി ആകെ ടെൻഷനിലായി. തന്നെ അടിച്ച അവളുടെ അച്ഛനോട് വിക്കിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അവൻ അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഭൂമയുടെ അച്ഛനായോണ്ടാ താൻ എന്നെ ഒരു തവണ അടിച്ചപ്പോ ഞാൻ വെറുതെ വിട്ടത്. ഇവിടെ ഒരു സീനും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവൾ എന്റെ ഗേൾഫ്രണ്ട് ആണ്. ഞങ്ങൾ ഉടനെ കല്യാണം കഴിക്കുമെന്നൊക്കെ. ഇതോടെ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ഭൂമ അച്ഛനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ നല്ല ദേഷ്യത്തിലായിരുന്നു. കൂടെ വിക്കിയും അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹോസ്റ്റൽ റൂമിൽ എന്താ നടക്കുന്നതെന്ന് ഇവിടുത്തെ സാർമാർക്ക് അറിയില്ലെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ടെൻഷനിലും തന്റെ ഷോളും എടുത്തിട്ടുകൊണ്ട് അവൾ അച്ഛന്റെ പിറകെ ഓടുന്നു. അച്ഛനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സാർമാരുടെ അടുത്തേക്ക് ഈ പ്രശ്നം കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് തന്നെ നീ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ് അയാൾ പറയുന്നത്. എച്ച്ഒഡിയോട് പോയി അവളുടെ ടീസി ചോദിക്കുന്നു. ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. ആകെ ദേഷ്യത്തിലായിരുന്നു ഭൂമയുടെ അച്ഛൻ. എന്നാൽ എച്ച്ഒഡി പറയുന്നുണ്ട്, ഇവിടുത്തെ കുട്ടികൾ അഡൾട്ട്സ് ആണ്. അവരുടെ ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. കോളേജ് ഹോസ്റ്റലിലും അതിനുള്ള ഫ്രീഡം അവർക്കുണ്ട്. അവരുടെ പ്രണയബന്ധത്തിലോ പേഴ്സണൽ റിലേഷൻഷിപ്പിലോ ഒന്നും തന്നെ ഞങ്ങൾ ഇടപെടാറില്ല. മറിച്ച് അവർ ലഹരിക്കോ ഡ്രഗ്സിനോ അടിമയാവുകയാണെങ്കിൽ മാത്രം ആ വക കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുകയും ചെയ്യും. അല്ലാതെ പേഴ്സണൽ ലൈഫില് നിങ്ങൾക്കെന്നല്ല ആർക്കും ഇടപെടാൻ അനുവാദമില്ല. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ഭൂമയുടെ അച്ഛന് കൂടുതൽ ദേഷ്യമാണ് വരാൻ തുടങ്ങിയത്. അവിടെ ഇരുന്ന എച്ച്ഒഡിയുടെ ലാപ്ടോപ്പും തല്ലിപ്പൊട്ടിക്കുന്നുണ്ട്. സാധനങ്ങളെല്ലാം വലിച്ചുവാരി എറിയുകയും ചെയ്യുന്നുണ്ട്. ഭൂമ ടീസി ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ അത് അവൾക്ക് കൊടുക്കൂ എന്നാണ് എച്ച്ഒഡി പറയുന്നത്. അയാൾ ദേഷ്യത്തോടു കൂടി ഭൂമയോട് പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് വരാൻ. എന്നാൽ ഭൂമ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഇവിടെ പഠിക്കാൻ വന്നത്. എന്റെ പഠിത്തം ഉപേക്ഷിച്ച് ഞാൻ വരില്ല എന്ന്. അച്ഛൻ ഞാൻ പറയുന്ന കേക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കുന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അയാൾ ആകെ ദേഷ്യത്തിൽ അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴും വിക്കി വന്നതിനെ തടയുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്നും ഇവൾ എന്റെ ഗേൾഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് അവൻ അയാളുമായിട്ട് വഴക്കുണ്ടാക്കിയായിരുന്നു. ഭൂമയോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ആ ഗേറ്റ് കടക്കുന്നവരെ നിനക്ക് സമയമുണ്ട്, അതിനുള്ളിൽ നീ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ നീ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരണ്ട എന്ന്. ഭൂമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. വിക്കിയാകട്ടെ അവളെ വിടാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഗേറ്റ് കടന്നു പോയിട്ടും നിസ്സഹായയായി അവൾ നോക്കി നിൽക്കുകയായിരുന്നു. വിക്കി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഇഷ്യൂ കൂടുതൽ വഷളാക്കിയതും അവൻ തന്നെയായിരുന്നു. അവനാണ് അവളുടെ അച്ഛനോട് ഒരുപാട് വഴക്കുണ്ടാക്കിയത്. പോകുന്നതിന് മുമ്പ് അവളുടെ അച്ഛൻ അവളെ തല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്കി പറയുന്നുണ്ട്, നീ റൂമിലേക്ക് പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അവൾ റൂമിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. വിക്കി
വിക്കി നേരെ തന്റെ കൂട്ടുകാരോട് പോയി പറയുന്നുണ്ട്, ഞാൻ എന്റെ നാട്ടിലെ അമ്മയെ കാണാൻ പോവുകയാണ്, അതുവരെ നിങ്ങൾ ഭൂമിയെ ശ്രദ്ധിച്ചുകൊള്ളണമെന്ന്. അവൾ ഒരു കാരണവശാലും കോളേജ് ക്യാമ്പസ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അവളുടെ അച്ഛൻ വന്നാലും അവളെ കാണാൻ അനുവദിക്കില്ല. അവൾ തന്റെ അച്ഛനെ ഒരുപാട് തവണ കോൾ ചെയ്തെങ്കിലും അവളുടെ കോൾ അയാൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ക്ലാസ്സിലാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന അവളോട് അവളുടെ എച്ച്ഒഡി സംസാരിക്കുന്നു. അച്ഛൻ സാറിനോട് ചൂടാതിനും ലാപ്ടോപ്പ് പൊട്ടിച്ചതിനും ഒക്കെ അവൾ സോറി പറയുന്നുണ്ട്. എന്നാൽ അയാൾ അവളോട് പറയുന്നുണ്ട്, നിന്റെ ലൈഫിലെ ഡിസിഷൻ എടുക്കേണ്ടത് നീയാണ്. നിന്റെ അച്ഛനെ കണ്ടിട്ട് ആള് കുറച്ച് കൺട്രോളിംഗ് നേച്ചറുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. നീ തുടർന്ന് പഠിക്കണോ അതോ വേണ്ടയോ, ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ പ്രണയത്തിലാകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് നീയാണ്. പേരൻസിന് ഒരു പരിധി വരെ മാത്രമേ നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. പിന്നീടുള്ള തീരുമാനങ്ങളെല്ലാം നിങ്ങളാണ് എടുക്കേണ്ടത്. നിന്റെ കാര്യങ്ങൾ നിന്റെ അച്ഛനോ നീ സ്നേഹിക്കുന്ന ആളോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവോ അല്ല തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നീ ജോലിക്ക് പോകണോ വേണ്ടോ എന്നൊന്നും തന്നെ ഇവരാരുമല്ല തീരുമാനിക്കുന്നത്. നീയാണ് നിന്റെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കേണ്ടത്. അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഭൂമിക്കും അറിയാമായിരുന്നു. പക്ഷെ അവളുടെ ജീവിതം ഇപ്പോൾ പലരുടെയും കൺട്രോളിലാണ്. നാട്ടിൽ പോയി തിരിച്ചെത്തിയ വിക്കിയാകട്ടെ കോളേജിൽ എത്തിയുടൻ ഭൂമിയും വിളിച്ചുകൊണ്ട് ഒരു ക്ലാസ് റൂമിലേക്ക് കയറി ഡോർ അടിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്റെ അച്ഛൻ ഒരു പ്രശ്നത്തിനും വരില്ല. മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തം ഞാൻ നോക്കിയിട്ടുണ്ട്. അമ്മയോട് പോയി കാര്യങ്ങളും സംസാരിച്ചു. നമ്മുടെ വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. മറ്റന്നാൾ നമ്മൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ഭൂമ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? അവൻ പറയുന്നുണ്ട്, നീ ഒന്നും ചിന്തിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടില് അമ്മയുടെ കൂടെ നീ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന്. എന്നാൽ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്നെ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് വെക്കാൻ പോകുന്നതെന്ന്? നിനക്ക് 9 ബാക്ക്ലോഗ്സ് ഉണ്ട്. ആദ്യം മുതലേ ഞാൻ പറയുന്നത് അതെല്ലാം എഴുതിയെടുക്കാൻ. അതൊന്നും എഴുതിയെടുക്കാതെ നിനക്ക് എവിടെ ജോലി കിട്ടാനാണ്? നീ എങ്ങനെ എന്നെ ഹാപ്പി ആയിട്ട് വെക്കും? പിന്നെ എന്റെ സ്റ്റഡീസിന്റെ കാര്യം, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിന്റെ സ്റ്റഡീസിനെ കുറിച്ച് നീ എന്തിനാ ചിന്തിക്കുന്നത്? അത് കംപ്ലീറ്റ് ചെയ്താലും ഇല്ലേലും എന്താ ഇപ്പൊ പ്രശ്നം? വെറുതെ ഒരു ഡിഗ്രി എടുക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ നീ പഠിക്കുന്നത്? ഇവൻ ഇങ്ങനെയെല്ലാം പറയുന്നതോടുകൂടി അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം അവൾ ശാന്തമായിട്ട് അവനെ ഒരിടത്ത് പിടിച്ചെടുത്തിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നിന്റെ കൂടെ ബ്രേക്കപ്പ് ചെയ്യണം. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പിയല്ല. ഞാൻ നിന്റെ കൂടെ ഹാപ്പിയല്ല. അന്ന് നീ എന്നെ സഡനായിട്ട് കിസ് ചെയ്ത ശേഷം എന്തൊക്കെയോ സംഭവിച്ചു. കാര്യങ്ങളൊന്നും എന്റെ കൺട്രോളിലേ അല്ലായിരുന്നു. ഇപ്പൊ എന്റെ ഉള്ളിൽ ഒരുപാട് ഭയമുണ്ട്. എനിക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ നിന്നോട് എനിക്ക് പ്രണയമില്ല, അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല. എന്നാൽ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് വിക്കി അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ പറ്റി അപ്പൊ ആലോചിക്കുന്നില്ലേ എന്ന്, എന്റെ ഫീലിങ്സിനെ പറ്റി നീ മനസ്സിലാക്കുന്നില്ലേ എന്ന്. എന്നാൽ അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കില്ല. ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് മൂവ് ഓൺ ആകാൻ നിനക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ നീ പതിയെ മൂവ് ഓൺ ആകും. നിന്റെ ലൈഫിൽ നീ മുന്നോട്ട് പോകും. അതുപോലെ എനിക്കെന്താ വേണ്ടെന്ന് എനിക്കും തീരുമാനിക്കാൻ പറ്റും. ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യവും വിഷമവും എല്ലാം വന്ന അവനാകട്ടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ ആ ഡോർ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ നിന്ന് കരയുകയായിരുന്നു. അവനോട് ഒരുപാട് സോറി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം മുന്നോട്ട് പോയിട്ട് അവൻ തിരിച്ചു വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. വാതില് തുറക്ക്, നിനക്ക് എന്നെ എന്തുകൊണ്ട് ഇഷ്ടമല്ലാത്തത്? ഇത്രയും ദിവസം എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നിനക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? നീ എന്നെ എത്ര തവണ കിസ് ചെയ്തിട്ടുണ്ട്, ഞാനും നിന്നെ എത്ര തവണ കിസ് ചെയ്തിട്ടുണ്ട്, അപ്പോഴൊന്നും നിനക്ക് പറയാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആകെ ബഹളം ഉണ്ടാക്കിയായിരുന്നു. കുട്ടികളെല്ലാം ചുറ്റും കൂടി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവള് സോറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ നിന്ന് പോകാനും പറയുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ ടീച്ചേഴ്സ് വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാവരും അവിടെ നിന്നും പോകുന്നത്. റൂമിലെത്തി അവൻ ദേഷ്യത്തില് അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ തല്ലുപൊടിച്ചു. അവന്റെ കൂട്ടുകാർ വന്ന് അവനോട് കാര്യം തിരക്കുന്നു. അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട്, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന്. പ്രണയിക്കുന്ന സമയത്ത് വലിയ കാര്യമായിരിക്കും, പക്ഷെ കല്യാണത്തോടടുക്കുമ്പം ഇവളമാരെങ്ങനെ തേച്ചിട്ട് പോകും. എന്നാൽ ആകെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന വിക്കി അവരോട് പറയുന്നുണ്ട്, അവൾ എന്റെ കൂടെ ഒരുപാട് തവണ കിടന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും അവൾക്കിത് പറയാൻ തോന്നിയിട്ടില്ല. ഒടുവിൽ കല്യാണം അടുത്തപ്പോഴാണ് അവൾക്കിത് പറയാൻ തോന്നുന്നത്. ഞാൻ അവളെ ഒരുപാട് സിൻസിയർ ആയിട്ടാണ് പ്രണയിച്ചത്. ഇനി പറയുന്നതിനെല്ലാം തന്നെ അവന്റെ കൂട്ടുകാർ അവനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അവള് ശരിയില്ലാത്തോണ്ടാണ് അവൾ നിന്നെ ഉപേക്ഷിച്ചതെന്നാണ് അവരിൽ പലരും പറയുന്നത്. പക്ഷെ അവന്റെ മനസ്സിൽ ആ വിഷമവും ദേഷ്യവും അവളോടുള്ള പകയായി മാറി. ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അവളെ ഇവൻ ഫോളോ ചെയ്യുകയും ഇവളുടെ വഴിമുടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ക്ലാസ്സിന് പോകണമെന്ന് അവൾ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. അവളുടെ ചുറ്റും അവനും ഫ്രണ്ട്സും കൂടി അവളെ ഒരുപാട് പേടിപ്പിക്കുന്നു. അവളുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്റെ കൂടെ കിടന്ന സമയത്ത് നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന്. അതോ അതിന് ശേഷമാണോ നീ ഇതൊക്കെ തീരുമാനിച്ചതെന്ന്? നിന്റെ മനസ്സിൽ എന്നെ കല്യാണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ച ശേഷവും നീ എന്റെ കൂടെ എത്ര തവണ കിടന്നിട്ടുണ്ട്? അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവളെ അവൻ നാണം കെടുത്തുകയായിരുന്നു. അവർക്കിടയിൽ മാത്രം പ്രൈവറ്റ് ആയിട്ട് നടന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ അവൻ വിളിച്ചു പറയുന്നത് അവൾക്കും താങ്ങാൻ സാധിച്ചില്ല. ഞാൻ നിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് നീ പോയി കംപ്ലൈന്റ് കൊടുത്താലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. കോളേജിലുള്ള എല്ലാവരെയും ഞാൻ അറിയിക്കും നീ എന്റെ കൂടെ എത്ര തവണ കിടന്നുവെന്ന്. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ ജോലിക്ക് പോകുന്നിടത്തും ഞാനിത് എല്ലാവരെയും അറിയിക്കും. നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമല്ലോ, നിന്റെ കല്യാണം നടക്കുന്നതിന്റെ അന്ന് നിന്റെ എന്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് അവിടെ എഴുതി വെക്കും നീ എന്റെ കൂടെ എത്ര തവണ കിടന്നുവെന്ന്. ഒരിക്കലും നിന്നെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാനേ ഞാൻ അനുവദിക്കില്ല. അവന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഒരേ ഒരു പയ്യന് മാത്രമാണ് അവനീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നിയത്. ഭൂമിയുടെ അവസ്ഥ കണ്ടിട്ട് ആ പയ്യനും കഷ്ടം തോന്നുന്നു. അവരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അന്ന് രാത്രി അവരുടെ ഫെയർവെൽ ആണ്. അത് കഴിഞ്ഞ സ്റ്റഡി ഹോളിഡേയ്സ് ആണ്. മിക്ക കുട്ടികളും വീട്ടിലേക്ക് പോയി. അവൾക്കാകട്ടെ
വീട്ടിലേക്ക് പോകാനും വയ്യ, അങ്ങോട്ടേക്ക് വരരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ദിവസവും പലതവണ അവൾ അച്ഛനെ കോൾ ചെയ്തെങ്കിലും ഒരു തവണ പോലും അവളുടെ അച്ഛൻ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലേക്ക് പോകാൻ തന്നെ അവൾക്ക് പേടിയാകുന്നു. പോകുന്ന വഴിയിൽ വിക്രമം കൂട്ടരും വീണ്ടും വരുമോ എന്നായിരുന്നു അവളുടെ പേടി. അത് കാരണം അന്ന് ക്ലാസ് കഴിഞ്ഞ് അവൾ എച്ച്ഒഡിയോട് ചോദിക്കുന്നുണ്ട്, സാർ എന്റെ കൂടെ ഹോസ്റ്റൽ വരെ ഒന്ന് വരുമോ എന്ന്. അവളുടെ പേടി എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അത് കാരണം അയാളും അവളുടെ കൂടെ പോകുന്നു. ചുറ്റും നോക്കിയായിരുന്നു അവൾ നടന്നിരുന്നത്. അതേസമയം വിക്രമം കൂട്ടരും അവൾക്കിട്ട് എന്തോ പണിയൊപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ കയ്യിൽ പെയിന്റും ബ്രഷും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തില് ഭൂമിയോട് കുറച്ചെങ്കിലും ഒരു കഷ്ടം തോന്നിയ ഒരു പയ്യനില്ലേ, അവന് വിക്രം കാണിക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളവർ വിക്രമിനോട് പറയുന്നുണ്ട്, ഇപ്പൊ നിനക്ക് കുറച്ച് സമാധാനമൊക്കെ ഇല്ലേ, നീ പഴയ പോലെ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ വേണമെന്ന്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ കുറച്ച് റിലാക്സ് ആണ്, പക്ഷെ ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന്. അവളെ ഞാൻ ടോർച്ചർ ചെയ്തിട്ടേ അടങ്ങൂ. എന്നാൽ മറ്റേ പയ്യൻ ഇവനോട് പറയുന്നുണ്ട്, എടാ അവളൊരു പാവുക, ഇനിയെങ്കിലും നീ മതിയാക്ക്, നീ ഇത്രയൊക്കെ ക്രൂരത ചെയ്തില്ലേ എന്ന്. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന് വിക്രം ആ പയ്യനെ അടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിനിടയിൽ ആ പയ്യൻ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ ഈ ടോക്സിസിറ്റി കാരണമാണ് ആ പെൺകുട്ടി നിന്നെ ഉപേക്ഷിച്ചു പോയത്. നിനക്ക് വേണ്ടത് അടിമകളെയാണ്. അവളെ പോലൊരു പെണ്ണിനെ നീ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്നില്ലേ, നിനക്ക് ഞങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിനെയല്ല ആവശ്യം. നീ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയ ആൾക്കാരാണ്. എന്നിട്ട് ആ ഗ്യാങ്ങിനകത്ത് ഹീറോ ആയിട്ട് നിനക്ക് നിൽക്കണം. അത് മാത്രമാണ് നിന്റെ മനസ്സിലുള്ളത്. ആ പയ്യൻ പറയുന്നതൊക്കെ കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാര് അവനെ പിടിച്ചു മാറ്റുന്നു. ഭൂമ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എല്ലാ കുട്ടികളും അവളെ മറ്റൊരു രീതിയിലായിരുന്നു നോക്കിയിരുന്നത്. ഒരു പയ്യൻ വന്ന് അവളോട് പറയുന്നുണ്ട്, എത്ര തവണ നിന്നെ ഫോൺ വിളിച്ചു, നിനക്ക് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് നടന്നൂടെ എന്ന്. എന്നിട്ടൊരു വല്ലാത്ത ചിരിയും ചിരിച്ചിട്ടാണ് ആ പയ്യൻ പോകുന്നത്. എല്ലാവരും വല്ലാതെ നോക്കുന്ന കണ്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളുടെ റൂമിന്റെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും ഫോണുമായിട്ട് നിൽക്കുന്നു. സംഭവം എന്താണെന്നറിയാൻ അവൾ റൂമിന്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവളുടെ റൂമിന്റെ ഡോറിൽ വിക്രമും കൂട്ടുകാരും ഒപ്പിച്ച പണിയായിരുന്നു അത്. അവളുടെ തല കാണിക്കുന്ന ഒരു ഫോട്ടോയും അതിന്റെ താഴെയായിട്ട് ഒരു സ്ത്രീയുടെ രൂപവും. എന്നിട്ട് അവളുടെ ഓരോ ശരീരഭാഗങ്ങൾക്കും എത്ര രൂപയാണെന്ന് വരെ എഴുതി ഒട്ടിച്ചിരിക്കുന്നു. സെക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ നമ്പരും അതിൽ കൊടുത്തിരിക്കുന്നു. വളരെ മോശമായിട്ടായിരുന്നു അവളുടെ റൂമിന്റെ ഡോറിൽ ആ ഫോട്ടോയും ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ എഴുതി വെച്ചിരുന്നത്. അത് കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവളുടെ റിയാക്ഷൻസ് പലരും ഫോണിൽ റെക്കോർഡ് ചെയ്ത് വിക്രമിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപമാനവും സങ്കടവും എല്ലാം കാരണം അവളാകട്ടെ റൂമിനകത്തേക്ക് കയറി ഡോറടിച്ച് കരയാൻ തുടങ്ങി. അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോറിന്റെ അടിയിൽ കൂടി വെള്ളം വരുന്നത് അവൾ കാണുന്നത്. പേടിയോടുകൂടി ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ദുർഗയായിരുന്നു. ദുർഗ വെള്ളം ഒഴിച്ച് അതെല്ലാം തന്നെ കഴുകിക്കളയാൻ ശ്രമിക്കുകയായിരുന്നു. ദുർഗയെ കണ്ടതും അവൾ ഓടിപ്പോയി ദുർഗയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ ദുർഗ അവളെ ആശ്വസിപ്പിക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. രണ്ടുപേരും ചേർന്നിട്ട് അതെല്ലാം കഴുകി കളയുകയായിരുന്നു. അത് കഴിഞ്ഞ് ദുർഗ റൂമിനുള്ളിലേക്ക് അവളെ കയറ്റിയിരുത്തി. വെള്ളം ഇരിപ്പില്ല, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം, നീ ഇവിടെ തന്നെ ഇരിക്കുന്നു പറയുന്നു. എല്ലാവരുടെയും മുന്നിലുള്ള ഈ അപമാനവും സങ്കടവും എല്ലാം കാരണം ഭൂമ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. അവിടെ ഇരുന്നൊരു കത്തിയിലേക്ക് അവളുടെ കണ്ണുപോയി. പക്ഷെ അവൾ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുന്നു. ഇത്തവണ അവളുടെ അച്ഛൻ കോൾ എടുത്തു. അവള് പറയുന്നത് കേൾക്കാനൊന്നും അയാൾ നിന്നില്ല. അയാൾ അവളോട് ചോദിക്കുന്നത്, നീ എന്തിനാ ഇപ്പൊ വിളിച്ചതെന്നാണ്. നീ ഇത്രയധികം ക്യാരക്ടർലെസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് അതിലേക്കാ താല്പര്യമെങ്കിൽ നീ ആദ്യമേ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടേനെ. പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറൊരു സിറ്റിയിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. കോളേജിൽ എല്ലാവരും തന്നെ ക്യാരക്ടർലെസ് ആയിട്ട് കാണുന്ന പോലെ തന്നെ തന്റെ അച്ഛനും ചിന്തിക്കുന്നു മനസ്സിലാക്കിയതോടുകൂടി അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവൾ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ആ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ഇത്തവണ അവളുടെ മനസ്സിൽ എവിടെ നിന്നോ കയറി വന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഒന്നിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല, ഇതെല്ലാം ഫേസ് ചെയ്തെങ്കിലേ പറ്റൂ. താനിങ്ങനെ വിഷമിച്ചിരിക്കും തോറും അവൻ തന്നെ ടോർച്ചർ ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഫെയർവെൽ നടക്കുന്ന സ്റ്റേജിലേക്ക് അവൾ പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ സ്ഥിരം പുറത്തേക്ക് പോകുമ്പോൾ എടുക്കുന്ന പോലെ ഷോൾ എടുത്തില്ല. അവൾ അതൊന്നുമില്ലാതെ ആ വേഷത്തിൽ തന്നെ ആ സ്റ്റേജിലേക്ക് പോകുന്നു. അവളുടെ രൂപം കണ്ട് എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയായിരുന്നു. സ്റ്റേജിലേക്ക് കയറി വരുന്ന അവളെ കണ്ട് വിക്രമൻ ഞെട്ടിപ്പോയി. മൈക്കിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അവളുടെ കണ്ണിലേക്ക് മുന്നിലുണ്ടായിരുന്ന വെളിച്ചം അടിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അവിടെ നിന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു ഗിറ്റാർ വാങ്ങി അവൾ ആ ലൈറ്റ് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് എല്ലാവരോടും മൈക്കിലൂടെ തന്നെ പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് ഭൂമാദേവി, വിക്രം കോളേജില് MSc കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ അറിയാം, ഇപ്പൊ എന്നെ അറിയാം, കാരണം ഞാൻ കോളേജിൽ വൈറലായില്ലേ. ഞാൻ അവനെ കിസ് ചെയ്തിട്ടുണ്ട്. 1000 തവണ ഞാൻ അവനെ കിസ് ചെയ്തിട്ടുണ്ട്. അവന്റെ കൂടെ കിടന്നിട്ടുണ്ട്, അതും പല തവണ കിടന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്ക് നല്ല റിലാക്സേഷൻ തോന്നുന്നുണ്ടായിരുന്നു. വിക്രം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവൾ വിക്രമിനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നീ എല്ലാവരോടും പറഞ്ഞു നടന്ന കാര്യം ഞാൻ തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞിരിക്കുന്നു. എനിക്കിതിനുള്ള ധൈര്യം വന്നിരിക്കുന്നു. ഇനി നീ എന്ത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തും? നീ പറഞ്ഞ പോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നീ വന്നത് പറയുമായിരിക്കോ? പക്ഷെ അവിടെ എല്ലാം തന്നെ ഞാൻ തന്നെ ഓൾറെഡി പറയും. ഇനി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അടുത്ത് നീ ഇത് പോയി പറയുമായിരിക്കോ? എന്നാൽ എന്നെ മനസ്സിലാക്കുന്ന, നിന്നെ പോലെ ചിന്തിക്കാത്ത നല്ലൊരു വ്യക്തിയായിരിക്കും എന്റെ ലൈഫിൽ വരാൻ പോകുന്നത്. അങ്ങനൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അയാളോട് ഇതെല്ലാം തുറന്നു പറയും. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അയാൾ എന്നെ സ്വീകരിക്കും. ഇനി അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ ലൈഫ് നീ ഈ ഒരു കാര്യം വെച്ചിട്ട് ഒരിക്കലും സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് അവൾ ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രം നടന്നൊരു കാര്യമായിരുന്നു. അത്രയും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം നീ എല്ലാവരോടും പോയി പറഞ്ഞു. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് അത് ചെയ്തത്. അപ്പൊ നിനക്കില്ലാത്ത
അറിയാത്ത എന്ത് നാണക്കേടാണ് എനിക്കതിൽ തോന്നേണ്ടത്. അവൾ ധൈര്യത്തോടെ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദുർഗയും കേട്ടു നിൽക്കുകയായിരുന്നു. ദുർഗ ആഗ്രഹിച്ചതും ഇങ്ങനെയൊരു ഭൂമിയായിരുന്നു. അവളെ എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നോ അതെല്ലാം അവൾ ഈസിയായിട്ട് തരണം ചെയ്യുകയും എല്ലാവരോടും വിളിച്ചു പറയുകയും ചെയ്തതോടുകൂടി വിക്രമനും എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. ഭൂമിയുടെ ഈയൊരു മുഖം അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിക്രമിന്റെ കൂടെ വഴക്കുണ്ടാക്കിയ ആ ഒരു പയ്യനില്ലേ, അവനും ഇത് കണ്ട് സന്തോഷിക്കുകയായിരുന്നു. നീയൊക്കെ എന്നെക്കുറിച്ച് എന്ത് തേങ്ങ വിചാരിച്ചാലും എനിക്കൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ ചീത്ത പറയാൻ തുടങ്ങി. എന്റെ കയ്യിലിരുന്ന ഗിത്താറുമായിട്ട് ദേഷ്യത്തോടെ വിക്രമിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് കയറി. പേടിച്ചു പോയി അവൻ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ അവൾ അവനെ തല്ലുന്നില്ല. കാരണം ഓൾറെഡി അവളുടെ പ്രതികരണം കേട്ട് അവൻ തകർന്നു കിടക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അവൾ നല്ലൊരു കമ്പനിയിൽ മാനേജറായിട്ട് ജോലിയെടുക്കുന്നതും അവളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമാണ്. അവൾ ഒരു പുതിയ കാറ് വാങ്ങി. അവൾക്കും അച്ഛനും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നു. സാലറി നല്ലത് കിട്ടിത്തുടങ്ങിയതോടുകൂടി അവൾ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. ദുർഗയുമായിട്ട് അവൾക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രീ ടൈമിൽ അവൾ ആഗ്രഹിച്ചപ്പോൾ ഒരു ബുക്ക് അവൾ എഴുതാനും തുടങ്ങി. ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അവൾ ധൈര്യം സംഭരിച്ച് പുറത്തു വന്നതോടുകൂടി അവൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആരംഭിച്ചു. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങളും ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. മാത്രമല്ല എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.